ഈജിപ്തും ഖത്തറും തമ്മിലുള്ള 1999-ലെ ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അൽ ജസീറ നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ പരസ്പര സഹകരണം വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ കരാർ. 2013 ജൂലൈ മുതൽ തങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾക്കാണ് അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്. ഈജിപ്തിൽ മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ അട്ടിമറിച്ച് പട്ടാളം അധികാരത്തിലേറിയതു മുതൽ അൽ ജസീറയുടെ റിപ്പോർട്ടർമാരും മറ്റു ജീവനക്കാരും കടുത്ത പീഡനത്തിനും ഭീഷണിക്കുമാണ് ഇരയാകുന്നത്. പട്ടാള സർക്കാർ അൽ ജസീറയുടെ ഓഫീസുകൾ വ്യാപകമായി റെയ്ഡ് നടത്തി. ഓഫീസുകൾ അടച്ചുപൂട്ടി, ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും സംപ്രേഷണം തടയുകയും ചെയ്തു. അൽ ജസീറക്കുള്ള ലൈസൻസ് പൂർണ്ണമായി റദ്ദാക്കിയതോടെ കൈറോയിലെ നിക്ഷേപം നഷ്ടത്തിലായി. അൽ ജസീറയുടെ 4 മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഈജിപ്ത് ജയിലിലാണ്. മറ്റു 6 പേർ നിയമ നടപടികൾ നേരിടുന്നു. കൈറോയും ദോഹയും തമ്മിലുള്ള കരാർ പ്രകാരം തങ്ങളെ സംരക്ഷിക്കേണ്ടത് ഈജിപ്തിന്റെ ബാധ്യതയാണെന്നും ഇപ്പോഴത്തെ സർക്കാർ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അൽ ജസീറ വാദിക്കുന്നു. 6 മാസത്തിനുള്ളിൽ ഈജിപ്ത് സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ കേസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്തിക്കാനാണ് അൽ ജസീറയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.